ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട് നിർണായക അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിട്ടുള്ള നിർണായകമായ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിന്റെ അന്തിമ ലിസ്റ്റ് 12-ാം തീയതിക്ക് മുൻപായി ICCക്ക് സമർപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള അന്തിമഘട്ട നീക്കത്തിലാണ് BCCI. അജിത് അഗാർക്കറിന് കീഴിലുള്ള ടീം ഇന്ത്യയുടെ സെലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ടൂർണമെന്റ് കൂടിയാണ് ചാമ്പ്യൻസ് ട്രോഫി. കാരണം പല സീനിയർ താരങ്ങളുടെയും അവസാനത്തെ ICC ടൂർണമെന്റായി ഇത് മാറിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വന്നിരുന്നു. കിരീടത്തോടുകൂടി അവർക്ക് അർഹിച്ച ഒരു യാത്രയയപ്പ് നൽകാനും ടീം ഇന്ത്യ അതുകൊണ്ട് തന്നെ ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫിക്കായി ടീമിനെ പ്രഖ്യാപിക്കുക എന്നത് സെലക്ഷൻ കമ്മിറ്റിക്ക് എളുപ്പമുള്ള കാര്യമല്ല. ടീം സെലക്ഷന്റെ കാര്യത്തിൽ പല തലവേദനകളും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെ സെലക്ടർമാരെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത് ടീം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സെലക്ഷൻ തന്നെയാണ്. വിക്കറ്റ് കീപ്പറായി ആരെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തുമെന്നതാണ് സെലക്ഷൻ കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യത്തെ കുഴപ്പിക്കുന്ന ചോദ്യം. നിലവിൽ KL രാഹുലിനാണ് ടീം ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ റോൾ നൽകിയിരിക്കുന്നത്. നേരത്തെ ICC ഏകദിന ലോകകപ്പിലും ടീം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി KL രാഹുൽ ആയിരുന്നു വന്നിരുന്നത്. ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ കീപ്പറായി എത്തിയ KL രാഹുൽ മിന്നും പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. ബാറ്റിംഗിലും താരത്തിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും KL രാഹുലിനെ ടീം ഇന്ത്യ പ്രധാന വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുമ്പോൾ ടീമിന്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ആരായിരിക്കും എത്തുക എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നിരുന്നത്. സഞ്ജു സാംസൺ, ഋഷഭ് പന്ത് എന്നിവരുടെ പേരുകളാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഇവരിൽ ആരെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഈ ഫോർമാറ്റിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്താൻ സാധിക്കുന്നതായതുകൊണ്ടും സഞ്ജു സാംസന്റെ സമീപകാല T20 പ്രകടനങ്ങൾ പരിഗണിക്കുമ്പോഴും അദ്ദേഹത്തെയും മാറ്റി നിർത്താൻ ടീം ഇന്ത്യക്ക് സാധിക്കില്ല. ഏകദിനത്തിൽ തകർപ്പൻ റെക്കോർഡുള്ള താരമാണ് സഞ്ജു. അവസരം ലഭിച്ചപ്പോഴെല്ലാം മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ കളിച്ച 16 ഇന്നിംഗ്സുകളിൽ നിന്നും 56.67 ശരാശരിയിൽ 510 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. കൂടാതെ അവസാനം കളിച്ച 5 T20 മത്സരങ്ങളിൽ 3-ലും അദ്ദേഹം സെഞ്ചുറിയും നേടിയിരുന്നു. സഞ്ജുവിനെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഋഷഭ് പന്തിന്റെ പ്രകടനം ശരാശരിയിലും താഴെ മാത്രമാണ്. നിരവധി മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനായി ഇറങ്ങിയിട്ടും സഞ്ജുവിന്റെ പകുതി പോലും പ്രകടനം ഋഷഭ് പന്തിനെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ ഇന്ന് ഇൻസൈഡ് സ്പോർട്സ് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പരിഗണിക്കുകയാണെങ്കിൽ ടീം ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനായി സഞ്ജു ആയിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിൽ എത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഞ്ജു, ജയ്സ്വാൾ എന്നീ താരങ്ങളെ ടീം ഇന്ത്യ ബാക്കപ്പ് ഓപ്ഷനുകളായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് വിശദമായി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ അടുത്ത് തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.